അമ്മാവൻ പുറത്തു പോയെന്നാ തോന്നുന്നു. പോയിട്ട് പിന്നെ വരാം. പോയിട്ട് പിന്നെ വരുമ്പോ കാറ് കിട്ടില്ല. ഇതൊന്ന് തുറന്നു കിട്ടിയിരുന്നെങ്കിൽ അകത്ത് കയറി ഇരിക്കാമായിരുന്നു. അമ്മാവൻ വരുമ്പോ ഒരു സർപ്രൈസ് ആയിരിക്കും. അതിന് താക്കോലും വേണ്ടേ? താക്കോൽ എന്റെ ഉണ്ട്, പക്ഷെ ഇത് ഇതിന്റെ അല്ല, ആശുപത്രിയിലെയാ. നീ ഒന്ന് ശ്രമിച്ചു നോക്കാം. അമ്മാവന് ഭാര്യ മക്കളൊന്നുമില്ലേ? ഏയ് ഒറ്റ തടിയാ. അതാണ് നിന്നോട് ഇത്ര സ്നേഹം. നമ്മൾ തുറന്ന് അകത്ത് കയറിയാൽ അദ്ദേഹത്തിന് വല്ലതും തോന്നുന്നു. എന്റെ അമ്മാവന് ചേട്ടൻ ചുമ്മാതിരി. പഴയ മുറി തന്നെ, സാധനങ്ങളൊക്കെ അതേപോലെ തന്നെ ഉണ്ട്. ചിക്കൻ അമ്മാനോട് കുറച്ച് ബാക്കി വെച്ചേക്കണേ. ആഹാ, സ്കാച്ച്. ഇനി ഒന്നും വേണ്ട, ഇത് കുടിച്ചിട്ട് മരിച്ചാ മതിയായിരുന്നു. കുറച്ച് വെള്ളം ചേർത്ത് കുടിക്കടാ, അല്ലെങ്കിൽ പ്രാന്ത് വരും. ഇതാണ് സായിപ്പിന്റെ സ്റ്റൈൽ. ഓ, എന്തൊരു എരി. നമ്മുടെ ഭാവന്റെ പണിയാ. ശബ്ദം കുറയ്ക്കണം. എങ്ങനെയുണ്ട്? കൊള്ളാം. ചിക്കൻ മതിയാക്ക് മതിയാക്ക്. പാട്ട് എടുത്ത്. അതല്ല ഇത്. പഴം. അമിതാഭ് ബച്ചൻ. സാഹിബ് ने बुलवाया, हाजिर हूँ मैं आया, हूँ यारों का मैं यार, दुश्मनों का दुश्मन. അമ്മാവനായിരിക്കും. धनाधन जानी जनार्दन. അമ്മാവൻ ഇവിടെ ഇല്ല, പുറത്തു പോയിരിക്കുക. എന്താ വേണ്ടത്? അമ്മാവന്റെ ഫ്രണ്ട് ആയിരിക്കും അല്ലേ? എപ്പോ വരും? എപ്പോ വരുമെന്ന് അറിഞ്ഞൂടാ. ആരന്വേഷിച്ചെന്ന് പറയണം. ഒന്നും പറയണ്ട, ഞാൻ കണ്ടോളാം. ഒന്ന് ഫോൺ ചെയ്യണമായിരുന്നു. അതിനെന്താ, വരണം. ആ, ദാ അവിടെ. അമ്മാവനല്ല, ഫ്രണ്ടാ. ഹലോ, പോലീസ് സ്റ്റേഷൻ അല്ലേ? ഇത് ജഡ്ജസ് അവന്യൂലെ 4-ാം നമ്പർ വീട്ടിൽ നിന്നാണ്. എന്റെ വീട്ടില് 4 കള്ളന്മാർ കയറിയിരിക്കുന്നു. അതെ, ആ യെസ്, പെട്ടെന്ന് ഒന്ന് ഹെൽപ്പ് ചെയ്യണം. ഒന്ന് വേഗം വരണം. അയ്യോ, 4 പേരുണ്ട്. എന്നെ അറ്റാക്ക് ചെയ്യും. ഞാൻ ഒറ്റയ്ക്ക്. അടിക്കോ. വേണമെന്നുണ്ടെങ്കിൽ വേഗം വിട്ടോ. വണ്ടി വിടണ പോലീസിന് മുമ്പേ. കണ്ടപ്പോഴേ ഞാൻ കരുതിയോ പഴയൊന്ന്. ഓട്ടപ്പാട്ട സ്റ്റാർട്ട് ആകുന്നില്ല, ഒന്ന് ഇറങ്ങി തള്ളേ. അകത്തായത് തന്നെ. ഒന്ന് തള്ളന്നേ. അനങ്ങളില്ല. അങ്ങ് പൊട്ട അയാളിപ്പോ വരും. ഞാൻ കൂടെ ഇറങ്ങാം. നീ എവിടെ ഇറങ്ങാം? നീ കൂടെ ഇറങ്ങി. ഇങ്ങോട്ട് പിടിക്കാതെ എല്ലാവരും കൂടെ തള്ളിയാലേ വണ്ടി പോവുള്ളൂ. എന്റെ അമ്മോ. അയ്യോ, നമ്മൾ കയറണ്ടേ? ലാലേട്ടന്റെ ഡേറ്റ് കിട്ടിയോ? ഗോപിയേട്ടനാ? അല്ല, ലാലേട്ടൻ, മോഹൻലാലേട്ടൻ. സാർ, ലാലേട്ടൻ ഇപ്പൊ എന്ത് റേറ്റാ വാങ്ങുന്നത്? 10 ലക്ഷോ 15 ലക്ഷം? മോഹന്റെ റേറ്റ് അറിഞ്ഞിട്ട് തനിക്ക് എന്താ കാര്യം? തനിക്ക് തന്റെ കാര്യം നോക്കിയാ പോരോടെ. സോറി, ക്ഷമിക്കണം സാർ. ഇനി ഇതുപോലുള്ള വിഡ്ഢി ചോദ്യങ്ങൾ ചോദിക്കരുത്. ഇല്ല സാർ. ഇനി കാര്യത്തിലേക്ക് വരാം.
പോഷ് ഹോട്ടൽ ലൈഫ് ഞങ്ങൾ മടുത്തു കഴിഞ്ഞിരിക്കുന്നു. ലൊക്കേഷൻ നോക്കി തീരും വരെ വളരെ ലളിതമായ ഒരു താമസ സൗകര്യം സംഘടിപ്പിച്ചു തരാൻ തനിക്ക് പറ്റുമോ? സാറന്മാര് ദേഷ്യപ്പെടരുത്. ഇല്ല. വിരോധമില്ലെങ്കിൽ സൗകര്യമൊക്കെ വളരെ കുറവാ. ഞാൻ താമസിക്കുന്ന വാടക വീട്ടിൽ അവിടെ AC ഒന്നുമില്ല. മതി ഉം. മതി സൗകര്യം ഒട്ടുമില്ല എന്ന് തന്നെ ഓ പറയാം. മതി മതി. സോറി, ഏത് ടൈപ്പ് ലൊക്കേഷനാണ് സാർ വേണ്ടത്? എല്ലാ ടൈപ്പും വേണ്ടി വരും. പക്ഷെ അതിനു മുമ്പ് താൻ ഞങ്ങൾക്ക് വേണ്ടി മറ്റൊരു കാര്യം ചെയ്യണം. എന്തും ചെയ്യാൻ സാർ. ഞങ്ങളുടെ ദോ ചോറോം കി കഹാനിക്ക് വേണ്ടി കുറെ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങിച്ചു. നായിക നസീമക്ക് ഇടാനായി. സീമയോ? സീമയല്ല, നസീമ. അതൊന്ന് വിൽക്കണം. സ്വർണ്ണക്കടയിൽ കൊടുത്താലൊന്നും ശരിക്കുള്ള വില കിട്ടില്ല. അപ്പൊ ഇവിടെ ചുറ്റുപാടുള്ള വല്ല സ്ത്രീകൾക്കും കൊടുത്താൽ അല്ലേ? അതെ അതെ അതെ. അല്ല, ഈ സിനിമയിലെ ആഭരണങ്ങളൊക്കെ ഇമിറ്റേഷൻ അല്ലേ സാർ? പക്ഷെ ഹിന്ദി സിനിമയിൽ ഞങ്ങള് ഒറിജിനൽ ഉപയോഗിക്കും. 19 കോടി മുടക്കുമ്പോ 1.5 ലക്ഷത്തിന് ഒറിജിനൽ സ്വർണം വാങ്ങിക്കുന്നതിന് എന്താണ് പ്രശ്നം? ആ, ഇവിടെ അടുത്തൊരു സ്റ്റുഡിയോയിൽ ഒരു മലയാള പടത്തിന്റെ ഷൂട്ടിംഗ് നടക്കുന്നുണ്ടെന്ന് പറയുന്നത് കേട്ട്. അവിടെ കുറെ നടികളും വന്നിട്ടുണ്ട്. അവർക്കാവുമ്പോ ഈ ആഭരണ ഭ്രമവും ഒപ്പം പണം ഉള്ളതിന്റെ പേരില് വിറ്റാ വലിയ നഷ്ടമൊന്നും വരൂല. എങ്കിൽ ഉടനെ നമുക്ക് അങ്ങോട്ട് പോവാം. പക്ഷെ എനിക്ക് അവരാരെയും പരിചയമില്ല. ചെന്ന് പരിചയപ്പെടൂ. അല്ല, അവിടെ സ്റ്റെൻഡ് പാർട്ടിപ്പെട്ട ഒരാളെ എനിക്ക് പരിചയമുണ്ട്. സാറന്മാർ ഇവിടെ ഇരിക്കുകയാണെങ്കിൽ ഞാൻ ഉടനെ ചെന്നിട്ട് ഇങ്ങോട്ട് വരാം. അപ്പൊ എന്താ അപ്പോ പക്ഷെ കാശില്ല, ബസ് കാശ് ഒന്നും ഇല്ലാണ്ട് ഞാൻ വെറുതെ ഞാൻ അവിടെ വരെ നടക്കണം. You are correct. ഏത് കാര്യത്തില്? എന്റെ കാര്യത്തില് എനിക്ക് വട്ട. അതാ ഇങ്ങനെയൊക്കെ. എന്ത് പറ്റി നിത്യ? ഗൗതവുമായുള്ള റിലേഷനെ കുറിച്ച് എന്നോട് ചെക്ക് ചെയ്യാൻ നീ പറഞ്ഞില്ലേ? എനിക്ക് അപ്പ അങ്ങനെ തോന്നി. അപ്പോഴേ ഇപ്പോഴേ എപ്പോഴും അതാ സത്യം. Deepak, I'm in love with Gautam, yeah. I know it. കൺഗ്രാറ്റ്സ് നിത്യ. അതിനെന്തിനാ കരയണേ? ഗൗതമിനോട് പറഞ്ഞോ? ഇനി എന്തിനാ ലേറ്റ് ആക്കണേ? കാവ്യയുമായിട്ട് കല്യാണം. കാവ്യ ആര്? ഗൗതം കെട്ടാൻ പോകുന്ന പെണ്ണ്. ആദ്യം നിന്നെ കൊല്ലേണ്ടത്. അന്ന് എന്നോട് ചെക്ക് ചെയ്യാൻ പറയുന്നതിന് പകരം കൺഫേം ആയിട്ട് പറയായിരുന്നില്ലേ? ലേറ്റ് ആയി പോയി. അല്ലെങ്കിൽ തന്നെ ആ ഗൗതം ഇഡിയറ്റിന് എന്താ അത്ര അർജന്റ്? ഞാൻ പറയുന്നവരെ വെയിറ്റ് ചെയ്യായിരുന്നില്ലേ? ഓക്രി. ദീപക്, ഐ എം സോറി. നിന്റെ ഫംഗ്ഷൻ ഡിസ്റ്റർബ് ചെയ്തേന്. വരട്ടെ. താങ്ക്സ്.